ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മാതാപിതാക്കൾക്ക് ദൈവം നൽകുന്ന വലിയൊരു നിർദ്ദേശം, താക്കീത് എന്നൊക്കെ കാണാവുന്ന കാര്യങ്ങൾ വചനത്തിലുണ്ട്. ഭർത്താവെ ഒരിക്കലും അരുത്, ഭാര്യയെ ഒരിക്കലും അരുത്, മാതാപിതാക്കളോട് ഒരിക്കലും അരുത്. ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിക്കുന്നത് മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളോട് ഒരിക്കലും അരുത്. ഒന്ന് രണ്ട് സംഭവങ്ങളാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് മക്കളെ മൃഗമാക്കിയ മാതാപിതാക്കൾ. ഒരു സംഭവം പറഞ്ഞു കേട്ടതാണ്. ഒരു സ്ത്രീ പറഞ്ഞത്, എൻ്റെ മകനെ മൃഗമാക്കിയത് അവൻ്റെ തന്നെ അപ്പനാണ്, പറഞ്ഞ എൻ്റെ ഭർത്താവ്. ആ ഭർത്താവിൻ്റെ അശ്രദ്ധ കൊണ്ടാണ് ഇന്ന് അവൻ ഏതാണ്ട് മൃഗം പോലെ ആയിരിക്കുന്നത്. അവന് അപ്പനോട് യാതൊരു വിധത്തിലുള്ള ബഹുമാനവും ഇല്ല. അപ്പനോട് മാത്രമല്ല, എല്ലാവരോടും കലിപ്പ. ഈ അമ്മ പറഞ്ഞത്, അവൻ കൊച്ചു കുട്ടിയായിരുന്നപ്പം അവനെ പുറത്ത് കയറ്റുമായിരുന്നു, അങ്ങനെ ആനപ്പുറം കയറ്റി അവനെ കളിപ്പിക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു പ്രായം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അപ്പൻ്റെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ അവൻ്റെ പുറത്ത് കയറ്റുമോ. എപ്പോഴും അവൻ എന്ത് പറഞ്ഞാലും അതിനകത്ത് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അവനെ കുറ്റപ്പെടുത്തി അമിതമായിട്ട് ശിക്ഷിക്കുന്നതും, അങ്ങനെ അവൻ്റെ പുറത്ത് കയറലാണ് അപ്പൻ്റെ പരിപാടി. ഇത് വന്നാണ് ഇന്ന് അവൻ ഏതാണ്ട് മൃഗം പോലെ ആയിരിക്കുന്നു. നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾ അവരുടെ ജീവിതം അതനുസരിച്ച് രൂപപ്പെടുത്തും. ഇനി മറ്റൊരു സംഭവം, ഒരു യുവാവിൻ്റെ കാര്യം അവൻ്റെ അമ്മ പറഞ്ഞതാണ്. എൻ്റെ മകൻ അങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞു, എനിക്ക് നേഴ്സാകണം. ഇവിടെ അതാണോ നിനക്ക് നല്ലത്, നിനക്ക് ഇഷ്ടം? അതെ അതെ. അവൻ പോയി നേഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞ് 1 വർഷം നേഴ്സായിട്ട് ജോലിയും ചെയ്യും. ഇത് കഴിഞ്ഞ് മാതാപിതാക്കളുടെ അടുത്ത് വന്ന് എപ്പോഴും ഇങ്ങനെ മെക്കിട്ട് കയറുക. എന്തിനാ എന്നെ നേഴ്സാക്കി? അപ്പോൾ ഞങ്ങളാണോ ആക്കിയത്? നീയല്ലേ അങ്ങനെ പോകണമെന്ന് പറഞ്ഞ് പോയത്? നിങ്ങളായിരുന്നു അന്ന് എന്നെ പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത്. എന്തുകൊണ്ട് ചെയ്തില്ല? അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുക. ഏത് രീതിയിൽ പോയാലും മക്കൾ കുറ്റപ്പെടുത്താനാണെങ്കിൽ അവർ കുറ്റപ്പെടുത്തും. പക്ഷെ ഒരു കാര്യം, മാതാപിതാക്കളുടെ അനാസ്ഥ മൂലം, അശ്രദ്ധ മൂലം മക്കളുടെ സ്വഭാവത്തിൽ ചില വൈകല്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളും അതിന് ഉത്തരവാദികളാണ്. വേണമെങ്കിൽ നിങ്ങളുടെ മക്കളെ മൃഗമാക്കി മാറ്റാൻ പറ്റും. വേണമെങ്കിൽ അവരെ നല്ല രീതിയിൽ അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് നന്മയിൽ അവരെ വളർത്താൻ പറ്റും. ഇനി ഇതിലേത് സ്റ്റാൻഡാണ് നിങ്ങൾ മാതാപിതാക്കൾ എടുക്കുന്നത് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് ഏതാനും വചനഭാഗങ്ങളിലൂടെ കടന്നു പോകാം. അതുപോലെ ഒരു 10 കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമ്മൾ തിരിച്ചറിയണം. മാതാപിതാക്കൾ ഒരിക്കലും ചെയ്യരുത്, അവരുടെ മക്കളോട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അത് വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം, അവിഹിത ബന്ധത്തിൽ നിന്നും മക്കളെ ജനിപ്പിക്കരുത്. നമുക്കറിയാലോ, ഒത്തിരി പ്രാർത്ഥനയും കാര്യങ്ങളും സ്നേഹവും കരുതലും ഇതെല്ലാം ദമ്പതിമാർക്കുണ്ടായിട്ട് അവരിൽ നിന്ന് ജനിക്കുന്ന മക്കൾക്ക് പോലും വഴിതെറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിഹിത ബന്ധത്തിൽ നിന്ന് ഒരു കൊച്ചുണ്ടായാലോ? വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 23:25. എൻ്റെ കാതലായ സന്ദേശം, അവിഹിത ബന്ധത്തിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടായാൽ അതിൻ്റെ വേര് പിടിക്കത്തില്ല, അതിന് അഭിവൃദ്ധി ഉണ്ടാകത്തില്ല, അതിനൊരു നല്ല ഭാവി ഉണ്ടാകത്തില്ല. ഇന്നിപ്പോൾ നമ്മൾ അവരെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ വല്ലതും ആണോ ആ കൊച്ചുണ്ടായത്? അതായത് ജീവിത പങ്കാളിയിലല്ലാതെ പുറത്ത് എവിടെയെങ്കിലും ഒരു ഗർഭധാരണം നടന്നൊരു കുഞ്ഞുണ്ടായാൽ അതിൻ്റെ വേര് പിടിക്കത്തില്ല എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, മലിനമായ മണവറയിൽ നിന്നും ഒരിക്കലും മക്കൾ ജനിക്കരുത്. വിശുദ്ധമായ മണവറയിൽ നിന്നും ജനിക്കണം. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 4-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, വിവാഹം എല്ലാവരുടെയും ഇടയിൽ മാന്യമായി കരുതപ്പെടണം, മണവറ മലിനമാകരുത്. ഏതെല്ലാം രീതിയിൽ മണവറ മലിനമാകാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടതില്ല. ഒരു ആത്മീയത വിട്ടിട്ട് വെറും ജഡികത ജ്വലിച്ച് അങ്ങനെ ഒരു ശാരീരിക ബന്ധം ദമ്പതിമാരാണെങ്കിലും നടത്തി അതിൽ നിന്നൊരു കുഞ്ഞുണ്ടായാൽ വലിയ ഗുണമേന്മയൊന്നും നമുക്ക് ആ കുഞ്ഞിൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് തോബിയാസ് പറയുന്നൊരു കാര്യമുണ്ട്. തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 7-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവെ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികാഭിലാഷത്താലല്ല, പരിശുദ്ധമായ പ്രേമത്താൽ. ഈ പരിശുദ്ധി, ഈ വിശുദ്ധി, നിഷ്കളങ്കമായ സ്നേഹം ദമ്പതിമാരുടെ ഇടയിൽ ഇല്ലാതിരിക്കെ അവർക്കൊരു കൊച്ചുണ്ടായാൽ അത് മലിനമായ മണവറയിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുപോലെ ആയിരിക്കും. മാത്രമല്ല, നിങ്ങളുടെ ബെഡ്റൂം വഴക്കടിക്കാനും അശുദ്ധിക്കും നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് അശുദ്ധമായിട്ടുള്ള ഒരു മണവറയായിട്ട് മാറും. അവിടെ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ എന്ത് ക്വാളിറ്റി നമുക്ക്, എന്ത് ഗുണമേന്മ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? മൂന്നാമത്തെ കാര്യം, ദൈവത്തെ കൊടുക്കാതെ മക്കളെ വളർത്തരുത്. കൊച്ചുങ്ങളുണ്ടായാൽ അവർക്ക് ആദ്യം കൊടുക്കേണ്ട ദൈവത്തെ
ദൈവത്തെ പറഞ്ഞു കൊടുക്കണം, ദൈവത്തെ അറിയാനുള്ള ആ ചാൻസ് അവർക്ക് കൊടുക്കണം, ദൈവ വിചാരം അവനിൽ ജനിപ്പിക്കണം. ഇതൊക്കെ മാതാപിതാക്കളുടെ ഒരു കടമയാണ്. വേണേൽ നമ്മൾ സ്വർണ്ണം അരച്ച് നാവിൽ പുരട്ടി കൊടുത്തേക്കാൻ, നല്ല സ്വർണത്തിൻ്റെ കളറായിക്കോട്ടെ എന്ന് വിചാരിച്ച്, ഇനി അതുപോലെ തന്നെ ഏറ്റവും നല്ല ഫുഡ്, അവർക്ക് വേണ്ടതെല്ലാം ഓരോ സമയത്തും നമ്മൾ നോക്കിക്കൊടുത്തേക്കാം. അതിനേക്കാൾ ദൈവത്തെ കൊടുത്താണ് മക്കളെ വളർത്തുന്നത് എങ്കിൽ അവരുടെ സ്വഭാവത്തിൽ അത് പ്രതിഫലിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. ദൈവത്തെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുത്ത് ആ വിശുദ്ധിയിൽ നമ്മുടെ മക്കൾ ജനിക്കുകയും ആ മക്കൾ വളർന്നു വരികയും ചെയ്യണം. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പൻ മകന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പാഠം: ദൈവത്തെ ഒരിക്കലും മറക്കരുത്, എപ്പോഴും ദൈവത്തെ ഓർത്ത് ജീവിക്കണം. അങ്ങനെ ദൈവത്തെ കൊടുത്ത് മകനെ വളർത്തിയ വ്യക്തിയായിട്ട് തോബിത്തിനെ നമുക്ക് കാണാൻ പറ്റും. 4-ാമത്തെ കാര്യമാണ്, മക്കളുണ്ടായാൽ മക്കൾക്ക് പ്രാർത്ഥന കൊടുത്ത് അവരെ വളർത്തണം. മറ്റെന്തിനേക്കാൾ നമ്മൾ അവർക്ക് വേണ്ടി ഇഷ്ടംപോലെ സമ്പത്തും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതാണ് പ്രധാനപ്പെട്ടത്. പ്രാർത്ഥന കൊടുത്ത് നമ്മുടെ മക്കളെ വളർത്തുകയാണെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കാൻ മാത്രം അവരെ കിട്ടത്തില്ല. ആ സമയത്തോടെ വേണമെങ്കിൽ അവർ ബിസിനസ് നടത്തിയോ ജോലിക്ക് പോയോ ഇഷ്ടം പോലെ പണമുണ്ടാക്കി മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചെന്ന് വന്നേക്കാം. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മക്കളെ പ്രാർത്ഥിച്ച് വളർത്തുക. 2 സാമുവേൽ 7-ാം അധ്യായം 29 വായിച്ചാൽ ദാവീദിന് അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അവൻ്റെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി എല്ലാം ഒരു പ്രാർത്ഥന: ദൈവമേ, അവരാരും ഒരു കാലത്തും അങ്ങിൽ നിന്ന് അകന്നു പോകരുത്. ഇങ്ങനെ പ്രാർത്ഥിച്ചാണോ നമ്മുടെ മക്കളെ വളർത്തിയത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. 5-ാമത്തെ കാര്യമാണ്, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് ദമ്പതിമാരൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങണം. അങ്ങനെ ഒരു ഒരുക്കമില്ലാതെ അപ്രതീക്ഷിതമായിട്ടൊരു ഗർഭധാരണമൊക്കെ സംഭവിച്ച് അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നു, മനോവയും ഭാര്യയും അവർ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് അവർക്ക് ഒരു കുഞ്ഞുണ്ടായി. സ്നേഹത്തിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ ഗുണമേന്മ എത്ര വലുതായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. 6-ാമത്തെ കാര്യമാണ്, കുഞ്ഞുങ്ങൾക്കൊരിക്കലും തിരസ്കരണം കൊടുക്കരുത്. വേണേ ഭാര്യ ഗർഭിണിയായി നിറഞ്ഞപ്പോഴേ വേണ്ടായിരുന്നു, ഇപ്പം വേണ്ടായിരുന്നു, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിന് കിട്ടുന്നത് തിരസ്കരണമാണ്. ആ കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു അപ്പൻ ചിന്തിച്ചതാണ് പിന്നീട് ആ കൊച്ചു വളർന്നു വന്നപ്പോൾ അപ്പനാണ് അവൻ്റെ ഏറ്റവും വലിയ ശത്രു. കാരണം ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ തന്നെ തിരസ്കരണമുണ്ടായി. അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് അബോർഷൻ ആകാതെ ആ കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് സാധിച്ചത്. 7-ാമത്തെ കാര്യം, ജനിച്ച മക്കളെ നോക്കി ഇതെന്ത് കോലം, ഇതെന്ത് ഷേപ്പ്, ഇതെന്ത് കളറ്, ഒരു കാരണവശാലും അങ്ങനെ പറഞ്ഞേക്കരുത്. ദൈവം നൽകിയത് സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. 8-ാമത്തേതാണ്, വാശിവൈരാഗ്യത്തോടെ ഒരിക്കലും മക്കളെ ജനിപ്പിക്കരുത്. ഒരാൾ പറഞ്ഞാണ്, എൻ്റെ ഭാര്യ ഇച്ചിരി പിടിവിട്ടു പോകുന്നത് കണ്ടപ്പോൾ ഞാനൊരു പണി കൊടുത്തു. ആദ്യത്തെ കൊച്ചുണ്ടായി, പിന്നെ വീണ്ടും അവളുടെ സ്വഭാവത്തിന് ഇച്ചിരി മാറ്റം കണ്ടപ്പോൾ രണ്ടാമതൊരു പണി കൊടുത്തു. അങ്ങനെയാണ് 2-ാമത്തെ കൊച്ചുണ്ടായത്. ഇങ്ങനെയാണോ പിള്ളേരുണ്ടാകേണ്ടത്? വാശിവൈരാഗ്യം അത് അവരുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കും എന്നുള്ളത് നമ്മൾ അറിയണം. 9-ാമത്തെ കാര്യമാണ്, അമിതമായ വിമർശനം, അമിതമായ ശിക്ഷണം. രണ്ടും നമ്മുടെ പിള്ളേരെ മൃഗമാക്കി മാറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയണം. എഫേസസ് 6:4 കുട്ടികളിൽ കോപം ഉളവാക്കരുത്. അവസാനത്തെ കാര്യമാണ്, കുട്ടികളുടെ പഠനം, ജോലി തിരഞ്ഞെടുക്കുന്ന കാര്യം, അതുപോലെ തന്നെ വിവാഹം എന്നീ കാര്യങ്ങളിൽ ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം അവർക്കൂടെ കൊടുക്കണം. അതില്ലാതെ ഇതാണ് വേണ്ടത്, ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഇതൊന്നും അടിച്ചേൽപ്പിക്കുന്നത് ശരിയാവണമെന്നില്ല. ഈ കാര്യങ്ങൾ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കൾ മൃഗമാകാതിരിക്കും. അതിനുപരി നമ്മുടെ മക്കൾ നല്ല മക്കളായിട്ട് നമുക്ക് അവരിൽ അഭിമാനം കൊള്ളാൻ പറ്റും. അതിനുവേണ്ട കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ എല്ലാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.